അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ നാം ധാരാളമായി കേട്ടിട്ടുള്ള ഒരു വാക്കാണ് മുനാഫിഖ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കപടവിശ്വാസി എന്നാണ്. അഥവാ പുറമേ നിന്ന് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നും അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. എന്നാൽ മനസ്സിൽ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വൈര്യം കാത്തു സൂക്ഷിക്കുന്നവരാണ്. വളരെ വലിയ അപകടകാരികളാണ് ഇത്തരം ആളുകൾ. കാരണം പുറത്തു നിന്നുള്ളൊരു ശത്രുവിനെ പോലെയല്ല, മറിച്ച് നമ്മളോടൊപ്പം നിൽക്കുകയും അവസരം കിട്ടുമ്പോഴും നമ്മളെ ദ്രോഹിക്കാനുള്ള അവസരങ്ങൾ എപ്പോഴെല്ലാം വരുന്നോ അപ്പോഴെല്ലാം നമ്മളെ വളരെ ക്രൗര്യതയോടെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരാണ് അത്തരം ആളുകൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചക കാലഘട്ടത്തിൽ മദീനയിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ. അയാൾ പുറമെ മുസ്ലിമായി നടിക്കുകയും ഉള്ളിൽ ശത്രുത പുലർത്തുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഉഹദ് യുദ്ധ സമയത്ത് ഒരു സംഘം സൈന്യവുമായി അദ്ദേഹം നബിതങ്ങളോടൊപ്പം പുറപ്പെടുകയും പാതി വഴിയിൽ നബിതങ്ങളെയും സംഘത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പ്രവാചക പത്നി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള അയാളുമായിരുന്നു അയാൾ. ഇതിൽ നിന്നെല്ലാം അയാളുടെ കാപട്യതയുടെ ഏറ്റവും മൂർത്തരൂപം വ്യക്തമാക്കുന്നതാണ്. ഉദാഹരണവും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം ആളുകളുടെ പ്രധാന അടയാളം നാവെടുത്താൽ കളവ് പറയുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, തർക്കിക്കുമ്പോൾ അസഭ്യം പറയുക, രണ്ട് മുഖമുള്ളവരാകുക. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളോടൊപ്പം ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമുള്ള ആളാണ് എന്ന് പറയുകയും എന്നാൽ അവരെ പോലെയുള്ള ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരോടൊപ്പം ചേർന്നത് മാത്രമാണ് ശരിക്കും ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ധിമുഖമുള്ള ആളുകളുമാണവർ. ഇത്തരം അടയാളങ്ങളുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ നാം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കാവൽ തേടാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. കാരണം അത് ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു തരം രോഗമാണ്. കാപട്യത്തിൽ നിന്നും രക്ഷ നേടാൻ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന ദുആയും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന എന്ന പ്രാർത്ഥനയും നാം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാനും അള്ളാഹുവിനോടുള്ള ഭയഭക്തി വർദ്ധിപ്പിക്കാനും സത്യസന്ധരാകുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, കപടവിശ്വാസികളായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ തക്കം പാർക്കുമ്പോഴെല്ലാം നമ്മളെ ഉപദ്രവിക്കാനുള്ള മനസ്സുമായി നടക്കുന്ന ചതിയന്മാരായ ഇത്തരം ആളുകൾ ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കിടയിലും ഇത്തരം സ്വഭാവമുള്ള ആളുകളുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം കാപട്യം നിറഞ്ഞ മനസ്സുമായി നിൽക്കുന്ന, ക്രൗര്യത നിറഞ്ഞ ദുഷിച്ച ചിന്തയും വിഷത്തിൻ്റെ മനസ്സുമായി നടക്കുന്ന വ്യക്തികളെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും തിരിച്ചറിയുവാനും അവരെ കൃത്യമായി മനസ്സിലാക്കുവാനും അവരിൽ നിന്ന് അകലുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ആളുകളുടെ എല്ലാ നിലയിലുള്ള തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയൊക്കെയും അള്ളാഹു കാത്ത് രക്ഷിച്ചനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.